പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നമ്മളെയും ധൈര്യപ്പെടുത്താൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ ഒരു പരിമിതികളുണ്ട്. പൂർണ്ണമായിട്ട് നിലനിൽക്കുന്ന ഒരു ധൈര്യം നൽകാൻ, ഉള്ളിലൊരു നല്ല ബലം നൽകാൻ, നിലനിൽക്കുന്ന ഒരു ബലം നൽകാൻ ഒരുപക്ഷെ അതിന് അവർക്കൊക്കെ കഴിഞ്ഞില്ലെന്ന് വരും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്ത എന്ന ഈ പരിപാടിയിൽ സങ്കീർത്തനങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ നാം ചിന്തിച്ചു വരുന്നത്. 138 സങ്കീർത്തനമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നാം എടുത്തിട്ടുള്ള വേദഭാഗം. ദാവീദിനാൽ രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 138 സങ്കീർത്തനം. ദാവീദിന്റെ ഒരു സ്തോത്രഗീതമായിട്ട് ഇതിനെ പരിഗണിക്കാറുണ്ട്. താൻ രുചിച്ചറിഞ്ഞ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കുന്ന വാചകങ്ങളോടുകൂടി ആരംഭിച്ച്, അത്യുന്നതനായ ദൈവം ഉന്നതനാണെങ്കിലും താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന വലിയ ദൈവത്തിന്റെ മഹിമ വിളിച്ചറിയിക്കുന്ന വാചകങ്ങളോടുകൂടിയാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുകയും ദൈവം ചെയ്ത നന്മകൾക്കും ഉപകാരങ്ങൾക്കും കൊടുത്ത വിടുതലുകൾക്കെല്ലാം നന്ദി പറയുന്ന വാചകങ്ങളാണ് ആദ്യ ഭാഗങ്ങളിൽ നാം കാണുന്നത്. മൂന്നാമത്തെ വാക്യം നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണ്. ദാവീദ് താൻ രുചിച്ചറിഞ്ഞ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് അവിടെ. ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ആ വാക്യം നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. വിളിച്ചപേക്ഷിച്ച നാളിൽ കൃത്യമായ ഒരു ഉത്തരം ലഭിച്ചു. ആ ഉത്തരം ലഭിച്ചത് മാത്രമല്ല, ഉള്ളിൽ ബലം നൽകി ധൈര്യപ്പെടുത്തുകയും ചെയ്തു. 18 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ചു. ആ വിടുതൽ കഴിഞ്ഞ ശേഷമാണ് അറിയുന്നത്, അല്ലെങ്കിൽ പിന്നീടാണ് അറിയുന്നത്, തന്നിലും ബലമേറിയവരായിരുന്നു അത്. നമ്മുടെയൊക്കെ ജീവിതവും സംഭവബഹുലമായ ജീവിതമാണ്. എന്നാൽ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യേ നമ്മുടെ ഉള്ളിൽ ഒരു ബലം, ഒരു ധൈര്യം സംഭരിച്ചാണ് നാം മുന്നോട്ട് പോകുന്നത്. എന്നാൽ പലപ്പോഴും പലർക്കും അത്തരം ധൈര്യം ലഭിക്കാറില്ല. പലരും മുന്നോട്ടുള്ള വഴികളൊക്കെ അടഞ്ഞു എന്ന് തോന്നുമ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന കാഴ്ച നാം കാണാറുണ്ട്. ഉള്ളിൽ ബലം നൽകിയൊന്ന് ധൈര്യപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു. ഇവിടെ ദാവീദ് പറയുന്നു, താൻ അത്യുന്നതനായ ദൈവത്തെ ഒന്ന് വിളിച്ചപേക്ഷിച്ചപ്പോൾ കൃത്യമായ ഉത്തരം ലഭിച്ചു, ഉള്ളിൽ ബലം നൽകി ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നമ്മളെയും ധൈര്യപ്പെടുത്താൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ ഒരു പരിമിതികളുണ്ട്. പൂർണ്ണമായിട്ട് നിലനിൽക്കുന്ന ഒരു ധൈര്യം നൽകാൻ, ഉള്ളിലൊരു നല്ല ബലം നൽകാൻ, നിലനിൽക്കുന്ന ഒരു ബലം നൽകാൻ ഒരുപക്ഷെ അതിന് അവർക്കൊക്കെ കഴിഞ്ഞില്ലെന്ന് വരും. എന്നാൽ അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ വിടുവിക്കുന്ന ഒരു ധൈര്യം, നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആത്മബലം ലഭിക്കുമെന്നാണ് ഇവിടെ ഈ വചനത്തിലൂടെ നാം കാണുന്നത്. ദാവീദ് രുചിച്ചറിഞ്ഞ ദൈവത്തെക്കുറിച്ച് പറയുന്ന പ്രസ്താവന നമുക്കൊന്ന് ഏറ്റെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം പുറകോട്ട് നോക്കിയാൽ കാണാം, പലപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അത്യുന്നതങ്ങളിൽ നിന്നുള്ളൊരു ശക്തി നമുക്ക് ലഭിച്ചിരുന്നു, ഒരു ധൈര്യം നമുക്ക് ലഭിച്ചിരുന്നു എന്ന് കാണാം. ദൈവമുഖത്തേക്ക് നോക്കിയാൽ നിലനിൽക്കുന്നതും, അല്ലെങ്കിൽ ശത്രുവിനെ നേരിടാൻ കഴിയുന്നതും, അല്ലെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ കഴിയുന്ന ഒരു ആത്മബലം നമുക്ക് ലഭിക്കും എന്ന് കാണുവാൻ കഴിയും. അത്യുന്നതനായ ദൈവത്തെ നമുക്കൊന്ന് വിളിച്ചപേക്ഷിക്കാം. നമ്മുടെ ഉള്ളിലൊരു നല്ല ബലം ഉണ്ടായി ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ നേരിടാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകും. ഈ സങ്കീർത്തനത്തിലെ ഏറ്റവും ചിന്തനീയമായിട്ടുള്ള ഒരു വാക്യമാണിത്. ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യം വരുമെന്നാണ് കാണുന്നത്. ദാവീദിന്റെ അനുഭവം നമുക്കൊരു വലിയ സന്ദേശമാണ് നൽകുന്നത്.
നാമും അത്യുന്നതനായ ദൈവത്തെ ഒന്ന് വിളിച്ചപേക്ഷിച്ചാൽ നമുക്കും ഒരു നല്ല ആത്മബലവും ഒരു ധൈര്യമൊക്കെ ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഈ സങ്കീർത്തനം, ഈ വേദഭാഗം നമുക്ക് നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ധൈര്യം ക്ഷയിച്ചിരിക്കുകയാണ്. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യേ ധൈര്യഹീനരായി തീർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ അത്യുന്നതനായ ദൈവത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കും. നമുക്ക് ദാവീദിൻ്റെ ജീവിതാനുഭവങ്ങൾ പാഠമാക്കാം. നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യം ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ ഒരു ബലം നൽകി നമുക്ക് ആ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയും. ധൈര്യം പോയാൽ എല്ലാം പോയി എന്നുള്ളൊരു പഴമൊഴിയുണ്ട്. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവമുഖത്തേക്കൊന്ന് നോക്കാം, അത്യുന്നതനെ ഒന്ന് വിളിച്ചപേക്ഷിക്കാം. താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ദൈവത്തെ ഒന്ന് വിളിച്ചപേക്ഷിച്ച് നമുക്ക് ആ ശക്തി പ്രാപിക്കാം, ആ ധൈര്യം സംഭരിക്കാം. നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.